ആരാ നമ്മുടെ അയൽക്കാര്? ആരാ നമ്മുടെ അയൽക്കാര്? ആരോടാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്? നമ്മളുടെ നീഡായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്നവർ നമ്മുടെ അയൽക്കാരാവുകയാണ്. അത് നമ്മൾ ബൗണ്ടറി വെച്ച്, നമ്മുടെ മതം വെച്ച്, നമ്മുടെ ദേശം വെച്ച്, നമ്മളുടെ പല ബൗണ്ടറീസ് നമ്മൾ വരയ്ക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അത് മതത്തിൻ്റെ പേരിലായിരിക്കാം, ജാതിയുടെ പേരിലായിരിക്കാം, എന്തിൻ്റെ പേരിലുമായിരിക്കാം. ആ ബൗണ്ടറീസിനെയൊക്കെ ഭേദിക്കാൻ ആ തിമിരം ബാധിച്ച കണ്ണുകളെ കർത്താവ് ക്ലീൻ ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ആ പറഞ്ഞത്. ഒരു ടീച്ചർ പഠിപ്പിക്കുമ്പോൾ, നല്ല ടീച്ചറാണെങ്കിൽ, ഒരു പ്രസംഗിക്കുന്ന ആൾ പ്രസംഗിക്കുമ്പം അവരുടെ ആഗ്രഹം എന്തായിരിക്കും എന്നറിയാവോ? ഞാൻ പറയുന്ന എല്ലാ ആളുകൾക്കും മനസ്സിലാകണം, എന്തുദ്ദേശത്തോടെയാണോ പറയുന്നത് അത് അവർ ഉൾക്കൊള്ളണമെന്നായിരിക്കും ആഗ്രഹം. യേശു കർത്താവിനും താൻ പഠിപ്പിക്കുമ്പോൾ ആളുകൾക്ക് താൻ എന്താണ് ആ സന്ദേശം പറയുന്നത് അത് മനസ്സിലാകണമെന്ന് വളരെ ആഗ്രഹിച്ചിരുന്നത് കൊണ്ട് തന്നെ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കുവാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. യേശു കർത്താവ് സാധാരണ ജനങ്ങളോട് വളരെ ആഴത്തിലുള്ള ആത്മീക കാര്യങ്ങൾ പറയുവാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു മെത്തേഡാണ് ഉപമകൾ എന്ന് പറയുന്നത്. ചെറിയ കഥകളായിരിക്കും. ആ കഥയിൽ തന്നെ ആഴത്തിലൊരർത്ഥവും ഉണ്ടായിരിക്കും. അത് പെട്ടെന്ന് പക്ഷെ ആളുകൾക്ക് മനസ്സിലാക്കാനും പറ്റും. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ആ ഉപമ സാധാരണ ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. ഒരു കർഷകനെക്കുറിച്ച് സംസാരിക്കും, അപ്പത്തെക്കുറിച്ച് സംസാരിക്കും, കടുകിനെക്കുറിച്ച് സംസാരിക്കും. സോ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ തന്നെ ആ കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കഥയിൽ എൻ്റെ പങ്ക് എന്താണ്? ഉദാഹരണത്തിന് മുടിയനായ പുത്രൻ എന്ന് പറയുന്ന ആ ഉപമ കേൾക്കുമ്പോൾ ഞാൻ ആ മുടിയനായ പുത്രൻ്റെ സ്ഥാനത്താണോ, അതോ ആ അസൂയ ഉണ്ടായ മൂത്ത പുത്രൻ്റെ സ്ഥാനത്താണോ? ഇങ്ങനെ ആളുകളെ ചിന്തിക്കാനൊക്കെ പ്രേരിപ്പിക്കാറുണ്ട്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് അങ്ങനത്തെ ഒരു ഭാഗമാണ്. ഒരു വലിയ സത്യം പഠിപ്പിച്ചു കൊടുക്കുവാനായിട്ട് യേശു പറഞ്ഞ ഒരു കഥ. അത് നമുക്കെല്ലാം വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു കഥയാണ്. ആ കഥ പറയാനുണ്ടായ കാരണം നമ്മൾ കാണുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിലാണ്. 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 28 വരെ. അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവന് അവകാശിയായി തീരുവാൻ എന്തു ചെയ്യണമെന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അവൻ അവനോട്, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിനവൻ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നും തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവനോട്, നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ കാണുന്നു, യേശുവിനോട് ചോദ്യം ചോദിക്കാൻ വന്നിരിക്കുന്നത് ഒരു ന്യായശാസ്ത്രിയാണ്. ന്യായശാസ്ത്രി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, യഹൂദ ആ സമൂഹത്തിൻ്റെ ഇടയിൽ വളരെ അംഗീകരിക്കപ്പെട്ട ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ന്യായശാസ്ത്രികൾ എന്ന് പറയുന്നത്. കാരണം യഹൂദന്മാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരുടെ ന്യായപ്രമാണമാണ്. യേശുവിൻ്റെ കാലത്ത് അങ്ങനെയാണ്, ഇപ്പോഴും അത് തന്നെ. ന്യായപ്രമാണം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പഴയ നിയമ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നതിലെ ആദ്യത്തെ 5 ഗ്രന്ഥങ്ങൾ, തോറയില്ലേ, അതാണ് അവരുടെ ന്യായപ്രമാണം എന്നവർ പറയുന്നു. ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ഈ ന്യായശാസ്ത്രി എന്ന് പറയുന്നത് ആ തോറ അല്ലെങ്കിൽ ആ പഞ്ചഗ്രന്ഥങ്ങൾ നന്നായി അറിയാവുന്നവരായിരിക്കും. പൊതുവേ യഹൂദ കുട്ടികൾക്കെല്ലാം തന്നെ തോറയിലെ മെയിൻ ഭാഗങ്ങളെല്ലാം അവർ മെമ്മറൈസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ന്യായശാസ്ത്രികൾ എന്ന് പറഞ്ഞാൽ ആ ഭാഗങ്ങളെക്കുറിച്ച് നന്നായി വ്യാഖ്യാനിച്ചു കൊടുക്കാൻ അറിയാം, ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അറിയാം. അങ്ങനെയുള്ള ആൾക്കാരെയാണ് ന്യായശാസ്ത്രി എന്ന് പറയുന്നത്. ഇത് പഠിപ്പിക്കുന്ന ആൾക്കാരാണ്, അത് വ്യാഖ്യാനിക്കുന്ന ആൾക്കാരാണ് ന്യായശാസ്ത്രികൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ന്യായശാസ്ത്രിയാണ് യേശുവിനോട് വന്ന് ചോദിക്കുന്നത്, ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കാൻ എന്ത് ചെയ്യണം? നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യവും കൂടെയുണ്ട്. യേശുവിനെ വിളിക്കുന്നത് എന്താണ്? എന്ത് പേര് വെച്ചാണ് വിളിക്കുന്നത്? ഗുരു, റബ്ബി എന്നാണ് വിളിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ വായിച്ച മറ്റൊരു കാര്യം കൂടെയുണ്ട്. അവർ പരീക്ഷിച്ച് ചോദിച്ചു എന്നാണ് കാണുന്നത്.
നമ്മൾ ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ അന്നത്തെ കാലത്ത് ആളുകൾ പഠിക്കുന്ന രീതിയെക്കുറിച്ചും കൂടെ മനസ്സിലാക്കണേ. ഒരു പക്ഷേ യേശുവിനെ നമ്മൾക്ക് പെട്ടെന്ന് തോന്നും യേശുവിനെ എന്തോ കുഴപ്പത്തിലാക്കാനാണെന്ന്. അങ്ങനെ ശ്രമിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മൾ കുറച്ചും കൂടെ മനസ്സിലാക്കുമ്പോൾ അങ്ങനെയല്ല. കാരണം പറഞ്ഞുതരാം. ഇന്നത്തെ കാലത്ത് നമ്മൾ പഠന രീതികൾ എന്ന് പറയുന്നത് പൊതുവെ നമ്മൾ കാണുന്നത് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും, എന്നിട്ട് പരീക്ഷയാകുമ്പോൾ ഒരു ചോദ്യം ചോദിക്കും, അതിൻ്റെ ഉത്തരം അങ്ങ് എഴുതിയാൽ മതി. പക്ഷേ റബ്ബിനിക് കാലഘട്ടത്തിൽ അന്നത്തെ കാലത്ത് ആളുകൾ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കമ്പാരിസൺ സ്റ്റഡി നോക്കാമേ. റബ്ബിനിക് കാലഘട്ടത്തിൽ ആൾക്കാർ എങ്ങനെയാണ് പഠിപ്പിക്കുക, റബ്ബിനിക് സ്റ്റൈലും മോഡേൺ ടീച്ചിങ് സ്റ്റൈലും കൂടെ ജസ്റ്റ് ഒരു കമ്പാരിസൺ. മോഡേൺ ടീച്ചിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് സ്കൂൾ ലെവലിലുള്ള ടീച്ചിങ് സ്റ്റൈൽസിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, റബ്ബിനിക് സ്റ്റൈലിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആളുകളോട് ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കെ, അപ്പം കൂടുതൽ അറിവുകൾ ഉള്ളവരാണെങ്കിൽ തിരിച്ച് നല്ല ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കും. ഓക്കെ, അത് ഒരു ഡിബേറ്റ് പോലെ ആയിരിക്കും അത് പോകുന്നത്. അത് ഒരു വഴക്കൊന്നും അല്ല കേട്ടോ. ആ ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നതിലൂടെ കുറച്ചും കൂടെ നല്ലൊരു പേഴ്സ്പെക്റ്റീവ് ആ സബ്ജക്റ്റിനെ കുറിച്ച് കിട്ടുന്നതിന് വേണ്ടി റബ്ബിനിക് സ്റ്റൈലിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പം ന്യായശാസ്ത്രി, അതായത് ന്യായപ്രമാണം അറിയാവുന്ന ആളാണ്, പഠിപ്പിക്കുന്ന ആളാണ്, ഗുരുവായ യേശുവിനോടും ചോദിക്കുകയാണ്, ഗുരു നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന്. ഈ റബ്ബിനിക് സ്റ്റൈൽ ഞാൻ അതാ പറഞ്ഞത്. ഇന്ന് നമ്മൾ ചെയ്യുന്ന പോലെയല്ല, നമ്മളെല്ലാം പഠിപ്പിച്ചു കൊടുത്ത് ആൻസർ എഴുതാം, അങ്ങനെയല്ല. അന്നത്തെ കാലത്ത് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു കുട്ടി യഹൂദ സ്കൂളിലൊക്കെ പഠിച്ചിട്ട്, റബ്ബിനിക് സ്കൂളിലൊക്കെ പഠിച്ചിട്ട് വരുമ്പോഴത്തേക്ക് അമ്മ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ നല്ല ആൻസർ എഴുതിയോന്നായിരിക്കില്ല, ഇന്ന് നീ നല്ല ക്വസ്റ്റ്യൻ വല്ലതും ചോദിച്ചോന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമ്മളുടെ ടീച്ചിങ് സ്റ്റൈലുമായിട്ടുള്ള ഡിഫറൻസ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പോൾ ഈ റബ്ബിനിക് സ്റ്റൈലിലത്തെ ഒരു ഇതാണ്, ഗുരു ഞാൻ നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പം യേശു കർത്താവ് എന്താ ചോദിക്കുന്നതായിട്ട് നമ്മൾ വായിച്ച എന്താ, ഒന്നും കൂടെ ഒന്ന് നോക്കിയാലോ. നീ എന്ത് വായിക്കുന്നു, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എന്ത് വായിക്കുന്നു എന്ന് യേശു ചോദിക്കുകയാണ്. തിരിച്ചൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഓക്കെ, ആ ചോദ്യം ചോദിക്കുമ്പം ഈ ന്യായശാസ്ത്രി പറയുന്ന ഉത്തരം വളരെ ക്ലിയർ ആണ്. 2 കാര്യം പറയുകയാണ്. നിന്റെ ദൈവമായ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, എൻ്റെ കൂടെ ഒന്ന് പറയാവോ, എന്താ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. അടുത്തത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന് ഉത്തരം പറഞ്ഞു. ചില അടുത്ത് നമ്മൾ അയൽക്കാരനെ എന്ന് കാണാറുണ്ട് അല്ലേ, ലവ് യുവർ നെയ്ബർ ആസ് യുവർ സെൽഫ്. അപ്പം ഈ ഉത്തരം പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് യേശു കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നീ പറഞ്ഞ ഉത്തരം ശരി, പോയി അതുപോലെ ചെയ്യുക. ഓക്കെ, ആ കോൺവെർസേഷൻ അവിടെ വെച്ച് തീരേണ്ടതായിരുന്നു. പക്ഷെ നമ്മൾ കാണുന്നത് അവിടെ വെച്ച് തീരുന്നില്ല. ന്യായശാസ്ത്രി വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇനിയാണ് ആ പാരബിളിലോട്ട് വരുന്ന ഭാഗം വരുന്നത്. ഓക്കെ, പുള്ളിക്ക് പറഞ്ഞ ആൻസർ പറഞ്ഞു. ഓക്കെ, അത് ശരിയാണെന്ന് യേശു പറഞ്ഞു കഴിഞ്ഞപ്പം അടുത്ത ചോദ്യം വരികയാണ്. 29-ാം വാക്യത്തിലോട്ട് വരാവേ. ഇനി ശ്രദ്ധിക്കുക. അവൻ തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട് എൻ്റെ കൂട്ടുകാരൻ ആർ എന്ന് ചോദിച്ചതിന് യേശു പറഞ്ഞ ഉപമയാണ് നമ്മൾ പറയുന്ന നല്ല ശമരിയാക്കാരൻ്റെ ഉപമ എന്ന് നമ്മൾ പറയുന്ന ആ ഭാഗം അല്ലേ. ഇവിടെ നമ്മൾ കണ്ടു, ഈ ന്യായശാസ്ത്രി തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട്, ടു ജസ്റ്റിഫൈ ഹിംസെൽഫ്. എന്തുകൊണ്ടായിരിക്കും, എന്തിനാ തന്നെത്താൻ നീതീകരിപ്പാൻ ആഗ്രഹിച്ചതെന്ന് ഒന്നും കൂടെ ഒന്ന് ചിന്തിച്ചു നോക്കാം. ഇദ്ദേഹം 2 ഉത്തരവാണ് പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഒന്ന്, ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അത് അത്ര പ്രശ്നമായിട്ട് അദ്ദേഹത്തിന് വന്നില്ല. ന്യായശാസ്ത്രീയ ദൈവത്തെ ഞാൻ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. രണ്ടാമത്തേത് പറയുന്നു, നിന്റെ കൂട്ടുകാരനെ അഥവാ അയൽക്കാരനെ, ലവ് യുവർ നെയ്ബർ ആസ് യുവർ സെൽഫ്. ഓക്കെ, അത് അദ്ദേഹത്തിന് ഒരു ചെറിയ പ്രശ്നമായിട്ട് വന്നു. എന്തായിരിക്കും പ്രശ്നമെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാവേ. ഈ ന്യായപ്രമാണം യഹൂദ സമൂഹത്തിന് കിട്ടുന്ന സമയത്ത് അവരുടെ ചുറ്റും താമസിക്കുന്ന ആൾക്കാരും എല്ലാം യഹൂദന്മാർ തന്നെയാണ്. ഓക്കെ,
അവരുടെ ആൾക്കാരാണ്, അവരുടെ സമൂഹത്തിൽ തന്നെ പെട്ടവരാണ്. പക്ഷെ ഇനി യേശുവിൻ്റെ കാലമായപ്പോഴത്തേക്ക് യേശു ജീവിച്ച ആ പ്രദേശത്തെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കി നോക്കിക്കേ. അവിടെ താമസിക്കുന്നത് യഹൂദന്മാർ മാത്രമല്ല. അവിടെ ആ ന്യായശാസ്ത്രി ഇങ്ങനെ ചിന്തിച്ചു കാണും, തൊട്ടടുത്ത വീടിൻ്റെ കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഒരു വീടുണ്ട്, അവിടെ താമസിക്കുന്നത് ആരായിരിക്കും എന്നറിയാവോ? ചിലപ്പം ഒരു റോമൻ ശതാധിപനായിരിക്കും. റോമൻ മിലിറ്ററി ബേസ് ഉള്ള സ്ഥലമല്ലേ. ഓക്കെ, റോമാക്കാരനുണ്ട്. യഹൂദന്മാർ അവരവരുടെ മറ്റ് ജാതികളുമായിട്ട്, യഹൂദന്മാരല്ലാത്ത മറ്റ് ജാതികളുമായിട്ട്, പ്രത്യേകിച്ച് മതത്തോട് ചേർന്ന് നിന്നവർ ഇടപഴകാൻ ഒട്ടും ആഗ്രഹിച്ചില്ല. പക്ഷേ റോമാക്കാർ അപ്പോഴത്തേക്ക് ആ സ്ഥലത്ത് ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. ഇവർക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും അവരുടെ അയലോക്കത്തെ വീട്ടിലൊക്കെ ആയിട്ട് റോമാക്കാരുണ്ട്. കുറച്ചടുത്ത വീടും കൂടെ നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ വഴി കൂടെ നടന്നു പോകുമ്പോഴായിരിക്കും പുള്ളി കാണുന്നത് അവിടെ ഒരു ചുങ്കക്കാരൻ നിപ്പുണ്ടാവും. റോമാക്കാർക്ക് വേണ്ടി പണിയെടുക്കുന്ന, ഇവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരവർ അല്ലേ, ചുങ്കക്കാരെന്ന് പറയും. നമുക്കറിയാം യഹൂദ സമൂഹം വെറുത്തിരുന്ന ആൾക്കാരാണ് ഈ ചുങ്കക്കാര്. അപ്പം ഇദ്ദേഹത്തിന് അറിയാം, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ ദൈവത്തെ സ്നേഹിക്കണം, എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. പക്ഷെ എനിക്ക് ചുങ്കക്കാരെ സ്നേഹിക്കാൻ പറ്റില്ല, റോമാക്കാരെ ഞാൻ എങ്ങനെയാ സ്നേഹിക്കുന്നത്? ഇദ്ദേഹത്തിന് മനസ്സിൽ പല ചിന്തകളുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ യഹൂദന്മാരെങ്കിലും സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നായിരിക്കും. ഹി വാണ്ടഡ് ടു ജസ്റ്റിഫൈ ഹിംസെൽഫ്. ഞാൻ അയലോക്കത്തിനൊരു ബൗണ്ടറി വരച്ചേക്കോ, ഞാൻ ഇന്ന ആൾക്കാരെ സ്നേഹിക്കാം, അത് ഓക്കെ ആയിരിക്കുമോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് രണ്ടാമത്തെ പ്രാവശ്യം ആ ചോദ്യം ചോദിക്കുന്നത്. എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ അയൽക്കാരൻ ആരാ കർത്താവേ എന്നാ ചോദ്യം ചോദിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ എൻ്റെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത മനുഷ്യർ, അവരുടെ ആരാധനാ രീതികൾ, അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ ജീവിത രീതികൾ, ഇതൊക്കെയുള്ള ഈ സമൂഹത്തിൽ ഞാൻ ജീവിക്കുമ്പം എനിക്ക് എങ്ങനെ ഈ അയൽക്കാരെ എല്ലാം എന്നെ ഒരുപോലെ സ്നേഹിക്കാൻ പറ്റുന്നത്? അത് ഇദ്ദേഹം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് യേശു മറുപടിയായിട്ട് അടുത്ത ഒരു ചോദ്യമോ ഒന്നുമല്ല ചോദിക്കുന്നത്. യേശു ഒരു കഥ പറയുകയാണ്, ഒരു പാരബിൾ, ചെറിയൊരു കഥ. ഈ കഥ എത്ര ഇഫക്റ്റീവ് ആകുമെന്ന് മനസ്സിലാകണമെങ്കിൽ ഞാൻ പഴയ നിയമത്തിലെ ഒരു ഭാഗം പറഞ്ഞുതരാവേ. പഴയ നിയമത്തിൽ ദാവീദ് രാജാവ് ഒരിക്കൽ പാപം ചെയ്തു. വേറൊരാളുടെ പടയാളിയുടെ ഭാര്യയായ ഊരിയാവിനെ തൻ്റെ ഭാര്യയായിട്ട് എടുത്തു. ആ പടയാളിയെ അന്യായമായിട്ട് കൊന്നുകളഞ്ഞു. ഒരു ഉപായത്തിൽ ഭാര്യയാക്കി എടുത്തതാണ്. ബത്ശേബയെ ഭാര്യയായിട്ട് വെച്ച് കുഞ്ഞൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പം ഒരു പ്രവാചകൻ ദാവീദിൻ്റെ അടുക്കൽ വന്നു. അവിടെ വന്നിട്ട്, ദാവീദേ, നീ പാപം ചെയ്തു, നീ ഇന്ന തെറ്റ് ചെയ്തു എന്നൊന്നും അല്ല നാഥാൻ പ്രവാചകൻ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഒരു ചെറിയ കഥ പറയുകയാണ്, ഒരു പാരബിള് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ പാരബിള്, ഒരു വീട്ടിൽ ഒരു വലിയ ധനവാനായിട്ടുള്ള മനുഷ്യനുണ്ടായിരുന്നു. അയാൾക്ക് കുറേ ആടുകളുണ്ടായിരുന്നു. പക്ഷെ ആ തൊട്ടടുത്ത വീട്ടിലൊരു പാവപ്പെട്ട മനുഷ്യനുണ്ടായിരുന്നു. അയാൾക്ക് ഒരു ആടേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾക്ക് അതിനോട് ഭയങ്കര പ്രിയമായിരുന്നു, അയാളുടെ കുഞ്ഞുങ്ങൾക്കും പ്രിയമായിരുന്നു. പക്ഷേ അയലോക്കത്തെ പണക്കാരൻ്റെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നപ്പം ഈ പാവപ്പെട്ടവൻ്റെ ഒരു കുഞ്ഞാടിനെ അവിടുന്ന് തട്ടിയെടുത്തിട്ട് അതിനെ അറുത്ത് കറി വെച്ചു. അവരുടെ ആ വേദനയെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ദാവീദ് രാജാവ് പറഞ്ഞു, അവര് മരണശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം നാഥാൻ പ്രവാചകൻ പറയുന്നുണ്ട്, ആ പാപി നീ തന്നെ എന്ന്. അതായത് ഒരു ചെറിയ കഥയിലൂടെ ദാവീദിനെ ആ പാപത്തിന് ബോധം വരുത്തുക മാത്രമല്ല, ദാവീദിനെ കൊണ്ട് തന്നെ, ആ രാജാവിനെ കൊണ്ട് തന്നെ തൻ്റെ പാപത്തിൻ്റെ ശിക്ഷയും ഡിക്ലെയർ ചെയ്യിപ്പിച്ച ഒരു ചെറിയ കഥ. ഇവിടെ ഇതേ മെത്തേഡാണ് യേശു ഉപയോഗിക്കുന്നത്. എൻ്റെ കൂട്ടുകാരൻ ആരാണ്? ന്യായശാസ്ത്രി, ന്യായപ്രമാണം നന്നായിട്ട് തിയറി അറിയാം. പലപ്പോഴും പറ്റുന്ന ഒരു പ്രശ്നമായിരിക്കാം ക്രിസ്തു വിശ്വാസികൾ, ക്രിസ്തുവിൻ്റെ ശിഷ്യർ, അനുയായികൾ എന്നൊക്കെ പറയുന്നവരോട് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വേഴ്സസും വിത്ത് റെഫറൻസ് ചിലപ്പോൾ പറയാൻ അറിയിക്കും. പക്ഷെ പ്രാക്ടിക്കൽ ലൈഫിലോട്ട് വരുമ്പം ഇതെത്ര ഡിഫിക്കൽട്ട് ആണെന്ന് അതേ പ്രോബ്ലം ന്യായശാസ്ത്രിയും അഭിമുഖീകരിച്ചു. എൻ്റെ കൂട്ടുകാരൻ ആരാ? ഞാൻ എവിടം വരെയുള്ള ആൾക്കാരെയാണ് എൻ്റെ കൂട്ടുകാരനായിട്ട്? എൻ്റെ വീട്ടിലുള്ളവരൊക്കെയാണ്, എൻ്റെ ബന്ധത്തിലുള്ളവരൊക്കെയാണ്. പക്ഷേ അടുത്ത വീട്ടിലെ ആ ചുങ്കക്കാരൻ, അടുത്ത വീട്ടിൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ശത്രു, എനിക്ക് അടുത്ത വീട്ടിലെ ഇഷ്ടമില്ലാത്ത ഒരു റോമാക്കാരൻ പടയാളി, ഇവരെയൊക്കെ എങ്ങനെയാണ് ഞാൻ ഉൾക്കൊള്ളുന്നത്? ഇതായിരിക്കാം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. അപ്പം അത് ജസ്റ്റിഫൈ ചെയ്യണം, എനിക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല, എൻ്റെ കൂട്ടുകാരനാർ. ഇനി നമുക്ക് ഒരുമിച്ച് യേശു പറഞ്ഞ ആ കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, പക്ഷെ ഒരു പ്രാവശ്യം ഒന്ന് വായിക്കാമേ. നമുക്ക് വായിക്കാം.
29 വാക്യം മുതൽ. അവൻ തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട്, എൻ്റെ കൂട്ടുകാരൻ ആർ എന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞത്, ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർദ്ധപ്രാണനായി വിട്ടേച്ചു പോയി. ആ വഴിയായി എതിർച്ചയാ ഒരു പുരോഹിതൻ വന്ന് അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തിലെത്തി അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. ഒരു ശമര്യക്കാരനോ വഴി പോകയിൽ അവൻ്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചിലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് അവനോട് പറഞ്ഞു. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു, അവനോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. യേശുവിൻ്റെ കഥ നമുക്ക് ഒന്ന് ചിന്തിക്കാമേ. യേശു പറയാണ്, ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോവുകയായിരുന്നെന്ന്. യെരൂശലേമിൽ നിന്ന് യെരിഹോ, ഓക്കെ, ആ നാട്ടിലെ 2 പ്രധാന പട്ടണങ്ങൾ. ഓക്കെ, യെരൂശലേം എന്ന് പറയുന്നത് സീ ലെവലിൽ നിന്ന് ഒരു 2500 അടി പൊങ്ങിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. എന്നാൽ യെരിഹോ എന്ന് പറയുന്നത് സീ ലെവലിൽ നിന്ന് 850 ഫീറ്റ് താഴെയുള്ളൊരു പട്ടണവുമാണ്. പക്ഷേ യെരിഹോ ഭയങ്കര പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. യെരൂശലേം അവരുടെ റിലീജിയസ് ക്യാപിറ്റലും ആണ്. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോയിലോട്ട് പോവുകയാണ്. ഓക്കെ, ആ ഒരു യാത്രയുടെ ദൂരം അന്നത്തെ കാലത്ത് ഒരു 27 കിലോമീറ്റർ വരും. അന്നത്തെ ആൾക്കാർ ആ വഴിക്കൊരു പേര് വിളിക്കുമായിരുന്നു ദ ബ്ലഡ് വേ എന്ന്, രക്തത്തിൻ്റെ വഴിയെന്ന്. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വഴിയായിരുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ വഴിയെ അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളെ പ്ലോട്ട് വെച്ചുകൊണ്ടാണ് യേശു കർത്താവ് ഈ ഉപമ പറയുന്നത്. ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള വഴിയിൽ കൂടെ പോകുമ്പം അതിൻ്റെ കാരണങ്ങളുണ്ട്. വളരെ റോക്കി ആയിട്ടുള്ള പ്രദേശമാണത്, ആളുകൾ അധികം ഉണ്ടാവില്ല, വളരെ നാരോ ആയിട്ടുള്ള വഴികൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. ഏറ്റവും ഉപരിയായിട്ട് ഈ പാറയുടെ ഇടുക്കുകളിലെല്ലാം കള്ളന്മാർ ധാരാളം ഒളിഞ്ഞിരിക്കുമായിരുന്നു. കാരണം കച്ചവടക്കാർ വഴിയെ പോണവരെ ആക്രമിച്ച് പൈസ തട്ടിയെടുക്കുവാനായിട്ട് പലരും കൊല്ലപ്പെടാറുമുണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു വഴിയാണത്. യേശുവിൻ്റെ കഥ എങ്ങനെയാണ് തുടങ്ങുന്നത്? ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് ഒരു ദിവസം യെരിഹോവിലേക്ക് പോവുകയായിരുന്നു. യേശുവിൻ്റെ കഥ ന്യായശാസ്ത്രിയും കേൾക്കുകയാണ്, ചുറ്റുമുള്ളവരും കേൾക്കുകയാണ്. അവർക്കറിയാവുന്ന ഒരു വഴിയാണ്. പിന്നെ മറ്റൊരു കാര്യവും കൂടെ, യെരൂശലേം ഞാൻ പറഞ്ഞല്ലോ അവരുടെ ദേവാലയം ഇരിക്കുന്ന സ്ഥലമാണ് യെരൂശലേം. യെരിഹോ എന്ന് പറയുന്ന വേറൊരു പ്രധാന പട്ടണം. യെരിഹോയിൽ അവിടുത്തെ ദേവാലയത്തിലെ പുരോഹിതന്മാരും ലേവ്യരും ഓക്കെ, അവിടുത്തെ സൊസൈറ്റിയിലെ ഒരു കൂടിയ ആൾക്കാർ അവർ താമസിക്കാൻ പ്രിഫർ ചെയ്ത ഒരു നല്ല സ്ഥലമായിരുന്നു യെരിഹോ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ഏകദേശം അന്നത്തെ കാലത്ത് 6000, യേശുവിൻ്റെ കാലത്ത് തന്നെ 6000 പുരോഹിതന്മാർ ജീവിച്ചിരുന്നു എന്നാണ് പറയുന്നത് യെരിഹോ എന്ന് പറയുന്ന പട്ടണത്തിൽ. സോ ഫ്രീക്വൻ്റ് ആയിട്ട് യെരൂശലേം യെരിഹോ റൂട്ടിൽ ഈ പുരോഹിതന്മാരും ലേവ്യരും ട്രാവൽ ചെയ്യുന്ന ഒരു റൂട്ടാണ്. ഓക്കെ, ഈ റൂട്ട് വഴിയാണ് ഈ മനുഷ്യൻ വരുന്നത്. ഇവിടെ യേശു കർത്താവ് പറയാണ്, അദ്ദേഹം വരുന്ന വഴിയിൽ അവിടെ സാധാരണ കള്ളന്മാരുള്ളതാണ്. പക്ഷെ അന്നത്തെ ആ ദിവസം വളരെ മൃഗീയമായിട്ട് ഈ മനുഷ്യൻ ആക്രമിക്കപ്പെട്ടെന്ന് പറയാണ്. ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ് ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. കള്ളന്മാർ വന്ന് ഇവനെ ആക്രമിച്ചു, അവൻ്റെ വസ്ത്രം ഊരി മുറിവേൽപ്പിച്ചു. ഇങ്ങനെയാണ് യേശു കർത്താവ് പറഞ്ഞത്, അർദ്ധപ്രാണനായി. അർദ്ധപ്രാണൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ആരുടെയെങ്കിലും സഹായം കിട്ടിയില്ലെങ്കിൽ മരിച്ചു പോകും. ആ ഒരു അവസ്ഥയിൽ ആ വഴിയിൽ ആ മനുഷ്യൻ അവിടെ കിടക്കുകയാണ്. എന്നിട്ട് യേശു കർത്താവ് പറയാണ്, ആ വഴിയായി ഒരു പുരോഹിതൻ കടന്നുപോയി. ഓക്കെ, പുരോഹിതൻ കടന്നുപോയി. എന്തിനായിരിക്കാം? ഒരു പക്ഷേ യെരൂശലേമിലേക്ക് പോകുമായിരുന്നായിരിക്കാം റിച്വൽസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ തിരിച്ച് യെരിഹോയിലോട്ട് വരികയായിരിക്കാം. പക്ഷേ യേശുവിൻ്റെ കഥയിൽ കേട്ടോണ്ടിരുന്ന ആൾക്കാരെല്ലാം അവിടെയുണ്ട് അല്ലേ. അവരുടെ നാട്ടിലെ ആ യഹൂദ മതത്തിലെ ഏറ്റവും അവർ അംഗീകരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നത്
അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ അടുക്കൽ പ്രാർത്ഥനകൾ കഴിക്കുന്ന, യാഗം നടത്തുന്ന, വേർഷിപ്പ് ലീഡ് ചെയ്യുന്ന, ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സമൂഹമായിട്ടാണ് പുരോഹിതന്മാരെ കാണുന്നത്, അല്ലേ? അപ്പം യേശുവിൻ്റെ കഥ കേട്ടുകൊണ്ടിരുന്ന ആൾക്കാർ എന്ത് ചിന്തിച്ചാണ്? പുരോഹിതനാ, എന്തെങ്കിലും ഒരു റെസ്പോൺസ് ഉണ്ടാവും, അങ്ങനെയായിരിക്കും അല്ലേ വിചാരിക്കുന്നത്. പക്ഷെ യേശു പറയാണ്, ആ വഴിയായി ഒരു പുരോഹിതൻ കടന്നുപോയി. എന്നിട്ട് എന്താ പറഞ്ഞേ? കണ്ടു, പക്ഷെ വഴി മാറിയിട്ട് നടന്നുപോയി. എന്തുകൊണ്ടായിരിക്കും ആ പുരോഹിതൻ, യേശുവിൻ്റെ കഥയിലെ പുരോഹിതൻ അല്ലെങ്കിൽ ഈ ഉപമയിലെ പുരോഹിതൻ അങ്ങനെ ചെയ്തത്? പല റീസൺസ് ഉണ്ടാകാം. ചില റീസൺസ് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഒരു കാരണം ചിലപ്പം റിച്വൽ പ്യൂരിറ്റി ആയിരിക്കാം. അതായത് ലേവ്യ പുസ്തകത്തിലുണ്ട്, ഈ ദേവാലയത്തിലെ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ശവവുമായിട്ട് കോണ്ടാക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ 7 days അവർ റിച്വൽ പ്യൂരിറ്റിക്ക് വേണ്ടി മാറിയിരിക്കണം എന്നുണ്ട്. ഇനി ഈ പുരോഹിതൻ ഒരു ശുശ്രൂഷ ചെയ്യാനായിട്ട് അങ്ങോട്ട് പോകുന്നതെങ്കിൽ അവരുടെ പ്രമാണം അനുസരിച്ച് ശുശ്രൂഷയ്ക്ക് മുടക്കം വരുമല്ലോ. അർദ്ധപ്രാണനായിട്ടാണ് കിടക്കുന്നത്. ഇനി മരിച്ചു കിടക്കുവാണോ ജീവനുണ്ടോ എന്ന് അറിയാൻ പറ്റുന്നില്ല. ചിലപ്പോൾ അവിടെ പോയി നോക്കി ശവത്തെ തൊട്ടുപോയാൽ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ഒക്കെ മുടക്കം വന്നാലോ? ചിലപ്പോൾ അതൊരു റീസൺ ആയിരിക്കാം. വേറൊരു റീസൺ, പോസിബിൾ റീസൺസാണ് ഞാൻ പറയുന്നത്. പുള്ളിയുടെ പേഴ്സണൽ സേഫ്റ്റി ചിലപ്പോൾ ചിന്തിച്ചു കാണും. കാരണം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഈ ആക്രമിക്കാൻ ഈ കള്ളന്മാരൊരു ടെക്നിക്ക് ഉപയോഗിക്കുമായിരുന്നു. ഒരു കള്ളൻ വേണമെങ്കിൽ ഇങ്ങനെ അവശനായിട്ട് കിടക്കുന്ന പോലെയൊക്കെ വഴി കിടക്കും, മുറിവേറ്റ് കിടക്കുന്ന പോലെ. ആരെങ്കിലും സഹായിക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ബാക്കിയുള്ള കള്ളന്മാർ വന്ന് ആക്രമിക്കുന്ന അങ്ങനത്തെ കള്ളത്തരം ചെയ്യുമായിരുന്നു. ചിലപ്പോൾ പുള്ളി ചിന്തിച്ചാണ്, ആരെങ്കിലും ഇനി അഭിനയിച്ച് കിടക്കുന്നതാണോ? അതും ഒരു പോസിബിലിറ്റി ആയിരിക്കും, അല്ലേ? പിന്നെ വേറൊരെണ്ണം ഉണ്ട്, ഇൻകൺവീനിയൻസ്. ഇനി സഹായിക്കാൻ പോയി കഴിഞ്ഞാൽ ഈസിയാണോ? ഒരാൾക്ക് കരുണ ചെയ്യാന്ന് പറയുന്നത് അർദ്ധപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ സഹായിക്കാൻ പോകുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. പല ബുദ്ധിമുട്ടുകൾ വരും, പല ഇൻകൺവീനിയൻസ് വരും. ഒന്നാമത്തെ കാര്യം, പോകുന്ന യാത്രയിൽ കുറേ അധികം സമയം പോവില്ലേ, അല്ലേ? വഴിയിലിറങ്ങി മനുഷ്യനെ സഹായിച്ച് എടുത്ത് പൊക്കണം. ഇനി പൊക്കിയാൽ തന്നെ എടുത്ത് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോകും. എന്തോരം സമയം പോകുമെന്ന് ആലോചിച്ച് നോക്കിക്കേ. സമയം മാത്രമാണോ? ഈ മനുഷ്യൻ കൊള്ളയടിക്കപ്പെട്ടിരിക്കുക, അയാളുടെ കാശ് ഒന്നുമില്ല. എടുത്തു പോയി കഴിഞ്ഞാൽ പൈസ ചിലവുള്ള ഒരു കാര്യമാണ്, അല്ലേ? അതും ഒരു ഇൻകൺവീനിയൻസാ. അതും ചിലപ്പം ഒരു ചിന്ത വന്നു കാണും. ഇനിയും അന്നത്തെ കാലത്ത് ആൾക്കാർക്ക് ഒത്തിരി ഡ്രസ്സൊന്നും ഉള്ള മനുഷ്യരൊന്നും അല്ല. പുരോഹിതന്മാരിടുന്ന ഡ്രസ്സ് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം തന്നെയാണ്. അപ്പം ആ ഡ്രസ്സിലൊക്കെ ഈ കറയും ഇതുമെല്ലാം പറ്റിക്കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാം ഇദ്ദേഹത്തിന് മനസ്സിൽ വന്നു കാണും. ന്യായമായിട്ട് തോന്നിയ ചില റീസൺസ് ഉണ്ടാകാം, നമുക്കറിയില്ല എന്താ എക്സാക്ട് റീസൺ എന്ന്. പക്ഷെ ഞാൻ പറയുക കേട്ടോ, ഇനിയും വേറൊരു പോസിബിൾ റീസൺ ഉണ്ട്. ഒരു കൾച്ചറൽ റീസൺ ചിലപ്പോൾ അതിൽ കാണാം. ആ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യൻ ആരാണെന്ന് യേശു പറയുന്നില്ല, ഒരു മനുഷ്യനെ പറഞ്ഞിട്ടുള്ളൂ. യഹൂദനാണോ? അറിയില്ല. ചുങ്കക്കാരനാണോ കിടന്നേ? അറിയില്ല. റോമാക്കാരനാണോ കിടന്നേ? അറിയത്തില്ല. ഇനി ശമര്യക്കാരനാണോ കിടന്നേ? അറിയത്തില്ല. ഒരു മനുഷ്യൻ അവിടെ കടന്നത്, അല്ലേ? പക്ഷേ ഒരു യഹൂദനെ സംബന്ധിച്ച് സ്വന്തം ജാതിയിലല്ലാത്ത ഒരാളെ തൊടുക, അയാളോടൊപ്പം ഭക്ഷണം കഴിക്കുക, ഇതൊന്നും അവർ ചെയ്യാറില്ലാത്ത കാര്യമാണ്. അപ്പം കൾച്ചറൽ സ്റ്റിഗ്മ വന്നു കാണും. എൻ്റെ ജാതിയിലുള്ള ഒരാളല്ലെങ്കിലോ ഞാനെന്തിനാ വെറുതെ ഒരു ബേർഡൻ തലയിൽ എടുത്ത് വെക്കുന്നേ എന്നുള്ളൊരു ചിന്ത വന്നിരിക്കാം. ഇനിയും മറ്റൊരു ചിന്തയും വന്നു കാണാം, ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനിപ്പോൾ ആരാധനയല്ലേ കഴിക്കാൻ പോണത്, ദേവാലയത്തിലോട്ടല്ലേ പോണേ, ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, അല്ലേ? അവിടെ യാഗങ്ങൾ നടത്താൻ പോവുകയാണ്, ഞാൻ ഇതൊക്കെ ചെയ്യാൻ പോവാ, അല്ലേ? അതും പുരോഹിതൻ്റെ മനസ്സിൽ വന്നു കാണാം. എന്ത് റീസൺ ആണോ എനിക്കറിയില്ല, നിങ്ങൾക്കും ചിന്തിക്കാം. പക്ഷെ യേശുവിൻ്റെ ഉപമയിൽ ഇത്രേ പറയുന്നുള്ളൂ, പുരോഹിതൻ വന്നു, കണ്ടു, വഴി മാറി നടന്നുപോയി. ആ പുരോഹിതൻ എന്തായിരുന്നു ചിന്തിക്കേണ്ടിയിരുന്നത്? ഒരു ഇച്ചിരി കരുണ, ഒരു ദയ. കർത്താവിൻ്റെ ഭാഷയിൽ ഇത്രയേ ഉള്ളൂ, ഒരു മനുഷ്യൻ അവിടെ കടന്നിരുന്നു, അതൊരു മനുഷ്യനായിരുന്നു ആ കടന്നത്. ഇനി കരുണ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് കരുണ എത്രത്തോളം പ്രധാനമായിരുന്നു ആ സാഹചര്യത്തിൽ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ മുറിവേറ്റ് കടന്ന മനുഷ്യൻ ഞാനായിരിക്കണമായിരുന്നു. ആ വഴിയിൽ അന്ന് മുറിവേറ്റ് അർദ്ധപ്രാണനായിട്ട് ഇനി ഒരാൾ ഒരു കൈവിരൽ അനക്കിയില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന അവസ്ഥയിൽ കടന്ന വ്യക്തി ഞാനാണ് എന്ന് ചിന്തിച്ചു നോക്കുക. എങ്കിൽ ആ പുരോഹിതൻ കരുണ കാണിക്കാഞ്ഞതിൻ്റെ വേദന നമുക്ക് ചെറുതായിട്ടെങ്കിലും ഒന്ന് തോന്നും. ഓക്കെ,
യേശുവിൻ്റെ കഥ മുമ്പോട്ട് പിന്നെയും പോവുകയാണ്. അതുവഴിയായി പിന്നെ അടുത്തൊരാൾ വന്നു, ലേവ്യൻ. പുരോഹിതന്മാരെ സഹായിക്കുന്ന, ദേവാലയത്തിലെ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ. യേശു പറയുകയാണ്, ആ മനുഷ്യനും ഇതുപോലെ തന്നെ കണ്ടു, വഴിമാറി കടന്നുപോയി. പുള്ളിയുടെയും റീസൺസ് ഇതൊക്കെ ആയിരിക്കാം, നമുക്കറിയില്ല. 2 പേര് അതിലെ കടന്നുപോയല്ലേ. ഈ മനുഷ്യൻ അതറിഞ്ഞോ എനിക്കറിയത്തില്ല, അർദ്ധപ്രാണനായിട്ട് കിടക്കുകയാണ്. എന്നാൽ യേശു ഉപമ പറയുമ്പം അടുത്തൊരു മനുഷ്യൻ വരികയാണ്. അത് ഞാൻ പറയും, യേശു പ്രസംഗിച്ച നാട്ടിലിരുന്ന് ഒരു എന്താ പറയുന്നത്, വളരെ ഷോക്കിംഗ് ആയിട്ടൊരു സ്റ്റോറി പറയാമെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റോറി പറയുക യേശു ചെയ്യുന്നത്. യേശു പറയാണ്, അടുത്ത വന്നത് ഒരു ശമരിയാക്കാരനായിരുന്നു എന്ന്. അടുത്ത വന്നത് ആരായിരുന്നു പറഞ്ഞേ? ശമരിയാക്കാരൻ. നമുക്ക് ഇന്ന് ഗുഡ് സമാരിറ്റൻ ആണ്. എന്നാൽ അന്നത്തെ യേശു കർത്താവ് ജീവിച്ച ലോകത്തിൽ ശമരിയാക്കാരൻ എന്ന് വിളിക്കുന്നത് നമ്മൾ ഇന്ന് തെറി പറയുന്നത് പോലെ ഉപയോഗിക്കുന്ന വേർഡാണ്. ആ പ്രദേശത്തെ അവനൊരു യേശുവിനെ ഒരിക്കൽ ആളുകൾ ചീത്ത പറയാൻ ഉപയോഗിച്ചൊരു വേർഡ് നമ്മൾ സുവിശേഷത്തിൽ വായിക്കണം. അവനൊരു ശമരിയാക്കാരൻ എന്ന് പറഞ്ഞാൽ യേശുവിനെ ഏറ്റവും മോശമായിട്ട് പറയുന്ന ആ ശമരിയാക്കാരനാണെന്ന് പറഞ്ഞാൽ അധിക്ഷേപിക്കുന്ന വാക്കാണ്. ഓക്കെ, പക്ഷേ യേശു പറയാണ് അതിലെ ഒരു ശമരിയാക്കാരൻ കടന്നു വന്നു. ഇനിയും എന്തായിരിക്കും ഇത്ര യഹൂദന്മാർക്ക് ശമരിയാക്കാരനോട് വിരോധമുണ്ടാകാൻ കാരണം? ഞാൻ ചിന്തിക്കുകയാണ്, യേശു കർത്താവ് മനഃപൂർവ്വമാണോ ശമരിയാക്കാരനെ തന്നെ ആ സ്റ്റോറിയിലെ ഹീറോ ആയിട്ട് വെച്ചത്? ചിന്തിച്ചു നോക്കാം. നിങ്ങൾക്ക് കുറച്ച് ചരിത്രം പറഞ്ഞ ശേഷം നിങ്ങൾക്കത് ചിന്തിക്കാം. എന്തുകൊണ്ടായിരിക്കും അതിലെ ഒരു യഹൂദൻ വന്നു എന്ന് പറഞ്ഞില്ല? യേശു കർത്താവ് പറഞ്ഞില്ല. ഒരു ഗലീലക്കാരൻ വന്നു എന്ന് പറഞ്ഞില്ല, ശമരിയാക്കാരൻ എന്ന് പറഞ്ഞു. അതിൻ്റെ കഥ മനസ്സിലാക്കണമെങ്കിൽ കുറച്ചും കൂടെ പുറകിലോട്ട് നമുക്ക് പോകാവേ. ശമരിയാക്കാരും യഹൂദന്മാരും നമ്മൾ പറയുന്ന ഇവരെല്ലാം ഒരു റൂട്ടിൽ നിന്ന് തന്നെ വന്നതാണ്. ഇസ്രയേൽ എന്ന രാഷ്ട്രം അവർ ഫോം ആയ സമയത്ത് അവർക്ക് ന്യായാധിപന്മാർ ഭരിച്ച് രാജാക്കന്മാരുണ്ടായി. ആദ്യം അവർക്കുണ്ടായ രാജാക്കന്മാരാണ് ശൗല്, ദാവീദ്, ശലോമോൻ. അന്ന് ഇസ്രയേൽ എന്ന് പറഞ്ഞ ഒരു ഒറ്റ രാഷ്ട്രം, ഏൻഷ്യൻ്റ് ഇസ്രയേൽ, പ്രൗഢ ഉള്ള ഭയങ്കര ശക്തമായൊരു നേഷനായിരുന്നു അത്, ഇസ്രയേൽ ഒറ്റ രാഷ്ട്രം. പക്ഷേ ശലോമോൻ എന്ന് പറയുന്ന രാജാവിൻ്റെ ഭരണശേഷം അദ്ദേഹത്തിൻ്റെ ചില പോളിസികളുടെ ഫലമായിട്ട് അവിടെ സിവിൽ വാർ ഉണ്ടാവുകയും ആ രാഷ്ട്രം 2ആയി വിഭജിക്കപ്പെടുകയും ചെയ്തു. ഓക്കെ, ആ മാപ്പ് ഒന്ന് കാണിക്കാമോളെ. നോക്കുക, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നോർത്തേൺ സൈഡിൽ ബ്ലൂ പോർഷനായിട്ട് ഇസ്രയേലാണ് 2ആയിട്ട് ഡിവൈഡഡായി. മുകളിൽ കിങ്ഡം ഓഫ് ഇസ്രയേലുമായി താഴെ നിങ്ങൾ കാണുന്ന കിങ്ഡം ഓഫ് ജൂഡ 2 രാഷ്ട്രമായി. അത് ശലോമോന്റെ കാലശേഷം ഇസ്രയേലും യഹൂദയും. ഇസ്രയേലിൻ്റെ തലസ്ഥാനമായിരുന്നു ശമര്യ, യഹൂദയുടെ തലസ്ഥാനമായിരുന്നു യെരുശലേം. ഇവിടെ പിന്നെ ഡിഫറെൻ്റ് രാജാക്കന്മാരാണ് ഭരിച്ചത്. 2 രാഷ്ട്രമായിട്ട് ഇവർ എക്സിസ്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ 722 BC-യിൽ, ബിഫോർ ക്രൈസ്റ്റ് 722-ൽ നിങ്ങൾ ആ ബ്ലൂ പോർഷനിൽ കാണുന്ന കിങ്ഡം ഓഫ് ഇസ്രയേലില്ലേ, അത് അസീരിയക്കാർ, അശൂര്യർ എന്ന് പറയുന്നവർ വന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തി. ഓക്കെ, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്സ് ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഒത്തിരി ഡീറ്റെയിൽഡ് ആയതുകൊണ്ട്. ഓക്കെ, അശീരിയക്കാർ വന്ന അത് 722 BC-യിൽ അത് കീഴ്പ്പെടുത്തി കഴിഞ്ഞിട്ട് ഇവരെന്താ ചെയ്തതെന്നറിയാവോ? ആ ബ്ലൂ പോർഷനിലുള്ള ഇസ്രയേൽ ആൾക്കാരിൽ കുറേ അധികം പേരെ അവർ നാട് കടത്തി കൊണ്ടുപോയി, എക്സൈൽസ് ആയിട്ട് കൊണ്ടുപോയി. കുറച്ച് പേര് ഇവിടെ റിമെയിൻ ചെയ്തു, ആ ബ്ലൂ പോർഷനിൽ തന്നെ ഇസ്രയേൽ ആൾക്കാർ. ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അസീരിയൻസ് വേറെ രാഷ്ട്രങ്ങൾ അവർ യുദ്ധം ചെയ്ത സ്ഥലത്ത്, ലൈക്ക് ബാബിലോൺ, ഹമാത്ത് എന്ന് പറയുന്ന രാഷ്ട്രങ്ങളൊക്കെ ഇല്ലേ, അവിടെ നിന്നുള്ള അവരുടെ യുദ്ധത്തിൽ അവർ പിടിച്ചെടുത്ത ആൾക്കാരെ, ഫോറിനേഴ്സിനെ കൊണ്ട് ഇവിടെ സെറ്റിൽ ചെയ്യിച്ചു, ഇസ്രയേലിൽ സെറ്റിൽ ചെയ്യിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇസ്രയേലിലെ ആൾക്കാരും ഇതുപോലെ ബാബിലോൺ, ഹമാത്ത് അങ്ങനെയുള്ള പുറം രാജ്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരും അവിടെ കല്യാണം കഴിക്കാൻ തുടങ്ങി. അവിടെ അങ്ങനെ സെറ്റിൽ ചെയ്തപ്പോൾ അവർ വിവാഹം കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു പുതിയ റേസ് അവിടെ ഉണ്ടായി വന്നു. അവരറിയപ്പെട്ടതാണ് സമാരിറ്റൻസ്, ശമര്യർ എന്ന് പറഞ്ഞൊരു പുതിയ ആൾക്കാർ ഉണ്ടായി വന്നു. ശമര്യർ ഹാഫ് ജ്യൂസ് ആണ്. ഓക്കെ, ഹാഫ് ജ്യൂസ് ആണ്. പക്ഷേ ഈ പ്രദേശമില്ല, ഈ യെല്ലോ പോർഷനിൽ കാണുന്ന
ജൂഡയിലെ യഹൂദന്മാർക്ക്, ഈ ഹാഫ് ജ്യൂസ്, പകുതി യഹൂദന്മാരായിട്ടുള്ള അവർ ചിന്തിച്ചത് ശുദ്ധരക്തമല്ല വരുന്ന, അവരെ അംഗീകരിക്കാൻ ഇവർക്ക് പറ്റില്ലായിരുന്നു. സോ ശമരിയരോട് ഇവർക്കൊരു പുച്ഛമായി. മാത്രമല്ല മറ്റു ചില കാര്യങ്ങളും കൂടെ സംഭവിച്ചു. ഈ ശമരിയയിലെ ആൾക്കാരെ അവരുണ്ടല്ലോ, ആദ്യത്തെ പഴയ നിയമത്തിലെ 5 പുസ്തകങ്ങൾ, നമ്മുടെ തോറ, പഞ്ചഗ്രന്ഥങ്ങൾ അവർക്ക് വേണ്ടി ചേർത്ത് പിടിച്ചു. ചില മാറ്റങ്ങൾ അതിൽ അവർ വരുത്തി. പക്ഷേ തോറ, ന്യായപ്രമാണം അവർ ചേർത്ത് പിടിച്ചു. അവരൊരു പുതിയൊരു മതം പോലെയായി, ശമര്യ മതം, സമാരിറ്റൻസ് എന്ന് പറഞ്ഞിട്ട്. ന്യായപ്രമാണം അവർ ചേർത്ത് പിടിച്ചു. യഹോവയായ ദൈവത്തെ ആരാധിക്കും, പക്ഷെ വേറെ കുറച്ച് അന്യദൈവ ആരാധനകളും കൂടെ അവരുടെ ഇടയിൽ കടന്നു വന്നായിരുന്നു. അതൊന്നും ഇവർക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു ഇസ്രായേലിലെ ആൾക്കാർക്ക്. അതുകൊണ്ട് തന്നെ ഇവര് യെരുശലേമിൽ ആരാധിക്കാൻ വരുന്നത് അവർക്ക് ഇഷ്ടമല്ല. ജെറുസലേം ടെമ്പിള് ഈ യഹൂദ ഭാഗത്തല്ലേ, അവിടെ ആരാധിക്കാൻ വരുന്ന ഇവർക്ക് ഇഷ്ടമല്ലായിരുന്നത് കൊണ്ട് സംഭവിച്ചതെന്ന് വെച്ചാൽ, കാലക്രമേണ ശമര്യയിലെ ആൾക്കാര് ഗരിസിം എന്ന് പറയുന്ന അവരുടെ ഒരു മല, യെരുശലേം ദേവാലയം പോലെ തന്നെ അവരുടെ ആരാധനയ്ക്ക് വേണ്ടി മെയിൻ സെന്റർ ആക്കി. സോ നിങ്ങൾ മനസ്സിലാക്കുക, ശമര്യക്കാരൊരു പുതിയ മതമായി, അവർക്ക് തോറ പുസ്തകം അവർ ചേർത്ത് പിടിച്ചു, അവർക്കൊരു മല അവർ ആരാധിക്കാൻ തെരഞ്ഞെടുത്തു, ഗരിസിം മല. ഓക്കെ, അങ്ങനെ ഒരു നാഷണാലിറ്റി ആയിട്ട് അവരങ്ങനെ ശമര്യക്കാരവിടെ അങ്ങനെ ജീവിക്കുകയാണ്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ യഹൂദന്മാര് ശുദ്ധ യഹൂദന്മാരല്ല എന്നിവർ ചിന്തിക്കുന്ന ശമര്യക്കാരോടും ഒന്ന് പുച്ഛം. മാത്രമല്ല ചരിത്രത്തിൽ ഇവർ തമ്മിൽ അനേകം സിവിൽ വാഴ്സ് പോലെ സംഭവിച്ചിട്ടുണ്ട്. അതും അങ്ങനെ പല കാരണങ്ങളും ഉണ്ട്. വേറൊരു റീസൺ മെയിൻ ആയിട്ടുള്ള മാത്രമല്ല, ജോൺ ഹിർക്കാനസ് എന്ന് പറഞ്ഞ ആൾ BC 126 ഗരിസിം മലയിലെ ഇവരുടെ ആരാധനാ സ്ഥലമൊക്കെ നശിപ്പിച്ചു കളയാൻ ശ്രമിച്ചായിരുന്നു യഹൂദ ലീഡർ. സോ ഇവർ തമ്മിൽ ഭയങ്കര ഫൈറ്റായിരുന്നു, ശമര്യക്കാരും യഹൂദ ആൾക്കാരും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കേ, ഒരു നേഷനായിട്ട് കഴിഞ്ഞിരുന്ന ആൾക്കാരായിരുന്നു ഇവർ. പക്ഷെ ബോർഡേഴ്സ് ഇവരെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർ ബദ്ധ ശത്രുക്കളായി, കണ്ണെടുത്താൽ കണ്ടുകൂടാ, ഇവർക്ക് ഇഷ്ടവുമല്ല. ഇനി മനസ്സിലാക്കുക, യേശുവിൻ്റെ കാലത്ത് യേശു ജീവിച്ച ആ പ്രദേശം ഗലീല, യഹൂദ്യ, അതിൻ്റെ നടുക്കായിരുന്നു ശമര്യ വന്നിരുന്നത് ആ പ്രദേശം. സോ മാപ്പ്, ആ ഷേപ്പ് മാറിയിട്ടുണ്ടായിരുന്നു ആ സമയമായപ്പോൾ. അവരാരും തന്നെ യഹൂദന്മാർ ശമര്യ പ്രദേശങ്ങളിൽ കൂടെ കടന്നു പോകത്തില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശുവിൻ്റെ മിനിസ്ട്രിയിൽ ഒരു ദിവസം യേശു എന്ത് ചെയ്തെന്നറിയാമോ? ശമര്യയിൽ കൂടി കടന്നുപോയി. നമ്മൾ വായിച്ചിട്ടുണ്ടല്ലേ യോഹന്നാൻ 4-ാം അധ്യായത്തിൽ, യേശു ശമര്യയിൽ കൂടെ നടന്നുപോയി. നൂറ്റാണ്ടുകളായിട്ട് മതിൽ കെട്ടി ആളുകൾ തമ്മിലുണ്ടാക്കിയ വേർതിരിവ് യേശു കർത്താവ് കാലെടുത്ത് വെച്ച് അങ്ങോട്ട് ഭേദിച്ചു. യേശു ശമര്യയിൽ കയറി ഒരു സ്ത്രീയോട് സംസാരിച്ചു, ശമര്യക്കാരി സ്ത്രീയോട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ കോൺവെർസേഷൻ? ശമര്യക്കാരി സ്ത്രീ പറയുന്നത്, നിങ്ങൾ യെരുശലേമിൽ ആരാധിക്കുന്നു, ഞങ്ങൾ ഈ മലയിൽ ആരാധിക്കുന്നു, നിങ്ങൾ ആ മലയിൽ ആരാധിക്കുന്നു പറഞ്ഞപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, ഗരിസിം മലയും അല്ല, യെരുശലേം മലയും ഒന്നും അല്ല, സത്യ നമസ്കാരികൾ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന സമയം വന്നിരിക്കുന്നു എന്നൊക്കെ ആ ലേഡിയോട് സംസാരിക്കുന്ന കോൺവെർസേഷൻസ് നിങ്ങൾ ഓർത്തെടുക്കുക. ആ സ്ത്രീ പറയുന്നുണ്ട്, മെശിഹ വരും. തോറ അറിയാവുന്നവരാ ഇവർ പറയും, മശിഹ വരുമ്പോൾ ഞങ്ങൾക്ക് സകലതും അറിയിച്ചു തരുമെന്ന് എനിക്കറിയാമെന്ന് പറയുമ്പം യേശു പറയുന്നത്, ആ മശിഹ ഞാനാണ്, നിന്നോട് സംസാരിക്കുന്ന ഞാനാണ് മശിഹ എന്ന് ആ സ്ത്രീക്ക് വെളിപ്പെടുത്തി കൊടുത്തു അല്ലേ. സോ ഈ ശമര്യക്കാര് ഇവർ തമ്മിൽ ഒരിക്കലും യഹൂദനും ശമര്യയും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യേശുവിനെ ഒരിക്കൽ ചീത്ത വിളിക്കാൻ ഉപയോഗിച്ച പദമാണ് അവൻ ഒരു ശമര്യൻ എന്ന്. എന്നാൽ യേശു കർത്താവ് തൻ്റെ സ്റ്റോറി എൻഡ് ചെയ്യുമ്പോഴത്തേക്ക് പറയാണ്, അർദ്ധപ്രാണനായിട്ട് ആരുടെയെങ്കിലും കരുണ കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞു കടന്ന ആ മനുഷ്യനെ ഒരു പുരോഹിതനും, ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നു എന്ന് നിങ്ങൾ യഹൂദന്മാർ ചിന്തിക്കുന്ന പുരോഹിതനും ലേവ്യനും കടന്നുപോയപ്പോൾ, ഒരു വിരൽ പോലും അനക്കാൻ റെഡിയാകാതിരുന്നപ്പോൾ, ശമര്യക്കാരൻ ആയിട്ടുള്ളൊരു മനുഷ്യൻ അതിലെ കടന്നു വന്നിട്ട് അയാളുടെ എല്ലാം അവിടെ വെച്ചിട്ട് ഈ മനുഷ്യനെ എടുത്ത് തൻ്റെ കഴുതപ്പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് ആ മനുഷ്യന് വേണ്ട, അതിനു മുമ്പ് എണ്ണയൊക്കെ വെച്ച് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്.
ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഈ യഹൂദന്മാരായിട്ടുള്ളവർ യേശുവിൻ്റെ മെസ്സേജ് കേട്ടോണ്ടിരിക്കുന്നവരുടെ മനസ്സിൽ പോയ ചിന്ത എന്തായിരിക്കും എന്നറിയാവോ? അതിന് ശമരിയാക്കാരിൽ നല്ലവരുണ്ടാവുകയോ എന്ന്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെയെന്നറിയാവോ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മനുഷ്യരുടെയൊക്കെ മനസ്സിലുള്ള ഒരു കാര്യമാണ് പ്രെജുഡിസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അതായത് ചില ദേശങ്ങളിലെ ചില പ്രദേശങ്ങളിലെ ആൾക്കാർ ഇങ്ങനെ ആയിരിക്കും. അതായത് ഒരാളെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ നമ്മൾ ജഡ്ജ് ചെയ്യുക വിത്തൗട്ട് നോയിങ് ഫാക്ട്സ്. നമുക്കറിയത്തില്ല ശരിക്കും പേഴ്സണലി അവരെയൊന്നും. ഈവൻ നമ്മൾ തന്നെ ചിലപ്പം കേരളത്തിലെ ഇന്ന ഡിസ്ട്രിക്റ്റിലെ ആൾക്കാർ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയാറില്ലേ? ദാറ്റ്സ് എ ഫോം ഓഫ് പ്രെജുഡിസ്. മനസ്സിലാകുന്നുണ്ടോ? അവിടുന്ന് കല്യാണം കഴിച്ച ശരിയല്ല, അവിടെ അങ്ങനെ ആയിരിക്കും. നമ്മളുടെ വായിൽ നിന്നൊക്കെ വന്നു പോകുന്ന വാക്കുകളാണ് പ്രദേശത്തെ എന്ന് വെച്ചാൽ അങ്ങനെ എല്ലാവരുമാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. യേശു കർത്താവ് അങ്ങനെ ഒരു പ്രെജുഡിസിനാണ് തൻ്റെ കഥയിലൂടെ പൊളിക്കുന്നത്. ശമരിയയിലും നല്ലവനോ എന്നായിരിക്കും യഹൂദൻ്റെ മനസ്സിൽ. ഞങ്ങൾ യഹൂദന്മാരല്ലേ ശരിയായിട്ടുള്ള ആൾക്കാർ, മറ്റവർ ദുരുപദേശക്കാരല്ലേ, അവരിൽ എങ്ങനെയാ നല്ലവർ വരുന്നത്? പലപ്പോഴും ചിലപ്പോഴൊക്കെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള ഞങ്ങളുടെ ഇടയിൽ മാത്രമേ നല്ല ആൾക്കാരുള്ളൂ, ആ ഗ്രൂപ്പിൽ എങ്ങനെയാ നല്ലവർ വരുന്നത്? നല്ല മനുഷ്യരൊക്കെ അവിടെ ഉണ്ടാവുമോ? അത് ദുരുപദേശം. അതൊക്കെയാണ് പ്രെജുഡിസ് എന്ന് പറയുന്നത്. യേശു കർത്താവ് ആ പ്രെജുഡിസിൻ്റെ തിമിരമുണ്ടല്ലോ കണ്ണിൽ നിന്ന് മാറ്റിക്കൊടുക്കുമായിരുന്നു. ന്യായശാസ്ത്രിയോട് പറയാണ്, ആ ശമരിയാക്കാരൻ പുരോഹിതനും ലേവ്യനും ചെയ്യാത്ത കാര്യം, അവനെ ആ മുറിവേറ്റ് കടന്ന മനുഷ്യന് എണ്ണ തേപ്പിച്ച് അവന് വേണ്ട ശുശ്രൂഷ ചെയ്തു, അവനെ എടുത്തുകൊണ്ടുപോയി ഒരു സത്രത്തിലാക്കി, അവനെ ആ സത്രത്തിൻ്റെ ആളെ ഏൽപ്പിക്കുകയാണ്. ഞാൻ പോയിട്ട് തിരിച്ചു വരാം, വേണ്ട ശുശ്രൂഷ എല്ലാം ചെയ്തോണം, അതിൻ്റെ എക്സ്പെൻസ് അദ്ദേഹം എടുക്കുകയാണ്. എന്ത് കാര്യം ഉണ്ടായിരുന്നു അയാൾക്ക് ചെയ്യാനായിട്ട്? അതാണ് കരുണ എന്ന് പറയുന്നത്. യേശു കർത്താവ് എന്തിനാ അത് പറഞ്ഞു? എന്നിട്ട് ലാസ്റ്റ് യേശു കർത്താവ് റബ്ബിനിക് ടീച്ചിങ് സ്റ്റൈലിലെ ആ സെയിം പാറ്റേൺ ഉപയോഗിക്കുക. എന്നിട്ട് ചോദിക്കുകയാണ്, ഈ 3 പേരിൽ ആ അർദ്ധപ്രാണനായി മരിക്കാൻ കിടന്ന മനുഷ്യന് കൂട്ടുകാരനായത് ആരാണ്? ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ഇല്ലേ, എൻ്റെ കൂട്ടുകാരൻ ആരാണ്? എൻ്റെ അയൽക്കാരനാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ന്യായശാസ്ത്രിയുടെ ഉത്തരത്തിൽ ലാസ്റ്റ് അദ്ദേഹം പറയുന്നുണ്ട്, അവനോട് കരുണ കാണിച്ചവൻ തന്നെ. ഈവൻ ശമരിയെന്ന് പോലും പറയുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് അവർക്ക് അത്ര ബുദ്ധിമുട്ടായിരുന്നു. അവനോട് കരുണ കാണിച്ചവൻ. ഇതായിരുന്നു യേശുവിന് വേണ്ടിയിരുന്നത്. ഒരു കഥയിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്, ആരാ നമ്മുടെ അയൽക്കാര്, ആരോടാ നമ്മൾ സ്നേഹിക്കേണ്ടത്? നമ്മളുടെ നീഡമായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്നവർ നമ്മുടെ അയൽക്കാരാവുകയാണ്. അത് നമ്മൾ ബൗണ്ടറി വെച്ച്, നമ്മുടെ മതം വെച്ച്, നമ്മുടെ ദേശം വെച്ച്, നമ്മളുടെ പല ബൗണ്ടറീസ് നമ്മൾ വരയ്ക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അത് മതത്തിൻ്റെ പേരിലായിരിക്കാം, ജാതിയുടെ പേരിലായിരിക്കാം, എന്തിൻ്റെ പേരിലുമായിരിക്കാം. ആ ബൗണ്ടറീസിനെയൊക്കെ ഭേദിക്കാൻ ആ തിമിരം ബാധിച്ച കണ്ണുകളെ കർത്താവ് ക്ലീൻ ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ആ ശമരിയാക്കാരനാണ് അവന് ആരായി തീർന്നത്? കൂട്ടുകാരനായി തീർന്നത്, നല്ല അയൽക്കാരനായി തീർന്നത്. എന്താ നമ്മളെ ഈ ഉപമയിലൂടെ യേശു കർത്താവ് ചലഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? നമുക്ക് നിത്യജീവൻ അല്ലേ, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന്. നിത്യജീവനെ കുറിച്ച് ചിലർ ധരിച്ചിരിക്കുന്നത് മരിച്ച ശേഷം അങ്ങ് പോയിട്ട് ജീവിക്കാനുള്ളൊരു ജീവിതം. ഡെഫിനറ്റ്ലി അത് അതിൻ്റെ ഒരു പാട്ടായിരിക്കുമ്പോൾ തന്നെ കർത്താവ് പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ നൽകാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനാണെന്ന്. നിത്യജീവൻ ഇപ്പോൾ തന്നെ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സമൃദ്ധിയുള്ള ജീവിതം, ഒരു ഫുൾഫില്ലിംഗ് ലൈഫ് യേശുവിനെ ഫോളോ ചെയ്യുമ്പോൾ, ദൈവത്തെ സ്നേഹിച്ച്, മനുഷ്യരെ സ്നേഹിച്ച്, അയൽക്കാരനെ സ്നേഹിക്കാൻ, കൂട്ടുകാരനെ സ്നേഹിക്കാൻ, നമ്മളിങ്ങനെ വരച്ചു വെച്ചിരിക്കുന്ന അതിർത്തികളെ വിശാലമാക്കാനാണ് കർത്താവ് പറയുന്നത്. നമ്മൾ ക്ഷമയ്ക്ക് അതിരുകൾ വെക്കും. അതുകൊണ്ടാണ് പത്രോസ് ചോദിച്ചത്, എൻ്റെ സഹോദരൻ എന്നോട് പിഴച്ചാൽ 7 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ? കർത്താവ് പറയാണ് 7 അല്ല 70 വട്ടം. നമ്മൾ ബൗണ്ടറീസ് വരച്ച് നമ്മളെ തന്നെ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കും. ആ ജസ്റ്റിഫിക്കേഷൻ ചെയ്യുന്നതിന്, സ്വയമായിട്ട് നമ്മളെ ന്യായീകരിക്കുന്നതിനെയാണ് കർത്താവ് ഇതിൽ കൂടെ പൊളിക്കാൻ ആഗ്രഹിച്ചത്. ക്രിസ്ത്യൻ കമ്പാഷൻ എന്ന് പറഞ്ഞാൽ അത് ആർക്ക് അർഹിക്കുന്നോ അത് മനുഷ്യനാണെങ്കിൽ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ നമ്മൾ പറയും നമുക്കത് 100% സാധിക്കുമോ? സാധിക്കുന്നില്ലായിരിക്കാം. പക്ഷെ അതിനുവേണ്ടിയുള്ള ആഗ്രഹവും പ്രയത്നവും ആ ജേണിയുമാണ് ക്രിസ്ത്യൻ വേ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ.
നമ്മുടെ ദൈവമായ കർത്താവിനെ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. നിന്റെ അയൽക്കാരൻ ആര്? കരുണ കാണിച്ചവൻ. നമ്മളുടെ മുമ്പിൽ വരുന്ന ആളുകളെ കുറച്ചും കൂടെ കമ്പാഷനോടെ, കുറച്ചും കൂടെ സ്നേഹത്തോടെ കർത്താവ് കാണുന്നത് പോലെ കാണുവാൻ ഈ വചനം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.